അസ്സലാമു നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല അടിപൊളിയൊരു പാൻ കേക്ക് റെസിപ്പിയും അതുപോലെ നമ്മൾക്ക് പച്ചക്കറിയൊക്കെ കേടായി പോവാതിരിക്കാനായിട്ടുള്ള ടിപ്സുകളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾക്ക് പാൻ കേക്ക് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ഓട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഓട്സ് ഇട്ട് കൊടുക്കാം. ഇനി ആ ഒരു ഓട്സ് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു പഴം ഇട്ട് കൊടുക്കാം കട്ട് ചെയ്തിട്ട്. അതിനുശേഷം നമ്മൾക്കിതിലേക്ക് ഒരു എഗ്ഗ് കൂടെ ഒഴിച്ച് കൊടുക്കാം. പിന്നെ കുറച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. നമുക്ക് എത്രയാണ് മധുരം വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ഷുഗർ ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ബട്ടർ കൂടെ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ബട്ടർ ഇട്ട് കൊടുക്കുക. നല്ല സോഫ്റ്റും അതേപോലെ നല്ല ടേസ്റ്റി ഉണ്ടാവും. പിന്നെ നമ്മളതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഫ്രഷ് മിൽക്കാണ്. ഇനി അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓട്സ് ആയതുകൊണ്ട് കുറച്ച് കട്ടി കുറവുണ്ട്. അപ്പോൾ നമ്മൾക്കിതിലേക്ക് ഗോതമ്പ് പൊടിയോ അതല്ലെങ്കിൽ മൈദപ്പൊടിയോ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഇതേ ഒരു കട്ടിയിലാണ് നമ്മളുടെ പാൻ കേക്കിന് കിട്ടേണ്ടത്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടൊക്കെ കൊടുക്കാം. സ്കൂളിലേക്കൊക്കെ കൊടുത്തു വിടാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മളുടെ പാനൊക്കെ നന്നായി ചൂടായി വന്നപ്പോൾ ഞാനതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇതേപോലെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ പാൻ കേക്കൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ പാൻ കേക്കിന് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾക്ക് കുറച്ച് തേനോ ബട്ടറോ വെച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും. ഇതുപോലെ ഹെൽത്തി ആയിട്ട് തന്നെ നമ്മളുടെ മക്കൾക്ക് നമ്മൾക്ക് കൊടുക്കാം. അപ്പോൾ ഞാനിന്ന് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ബട്ടറും അതുപോലെ കുറച്ച് തേനും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വെജിറ്റബിളൊക്കെ സൂക്ഷിക്കാനുള്ള ടിപ്പുകൾ കാണാം. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെജിറ്റബിളൊക്കെ കൊണ്ടുവെക്കുമ്പോൾ നമ്മൾ വാങ്ങിച്ച് കൊണ്ടുവന്ന അതേപോലെ വെക്കുകയാണെങ്കിൽ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മളതിൻ്റെ ആ ഒരു നനവ് തുടച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ വെജിറ്റബിൾ വെക്കുന്ന ആ ഒരു പാത്രത്തിൻ്റെ അടിയിലായിട്ട് ഒരു കോട്ടൺ നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ വെജിറ്റബിളൊക്കെ അടക്കി വെക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്നൊന്നും നമ്മളുടെ വെജിറ്റബിൾ മേടിച്ച് വെച്ചാൽ കേടായി പോവില്ല, കുറേ നാൾ നമ്മൾക്ക് ഉപയോഗിക്കാം. അപ്പോൾ മഴക്കാലമൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ചും പെട്ടെന്ന് തന്നെ വെജിറ്റബിളൊക്കെ ചീഞ്ഞു പോവും, മഴവെള്ളമൊക്കെ കയറിയിട്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ ആ വെള്ളമൊക്കെ ആ ഒരു കോട്ടണിലേക്ക് വലിച്ചെടുത്തിട്ട് നമ്മളുടെ വെജിറ്റബിൾ നല്ല ഫ്രഷ് ആയിട്ടിരിക്കും. അപ്പോൾ ഫ്രിഡ്ജിലും വെച്ച് കൊടുക്കുമ്പോഴും നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുക. ഇത് നമ്മൾക്ക് പുറത്ത് തന്നെ വെച്ചാൽ മതി, ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ നമ്മൾക്ക് തക്കാളിയൊക്കെ അധികമായിട്ടൊക്കെ വാങ്ങിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോയി കേടായി പോവും എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ഉപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് നന്നായിട്ട് ഉപ്പൊന്ന് പുരട്ടി കൊടുത്തതിന് ശേഷം നമ്മളുടെ തക്കാളി നമ്മൾക്ക് സൂക്ഷിക്കാം. തീരെ നമ്മളുടെ തക്കാളി ചീഞ്ഞ് പോവേ കേടായി പോവേ ഒന്നും ചെയ്യില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ എത്ര നാൾ വേണമെങ്കിലും നമ്മളുടെ തക്കാളി കേടാവാതിരിക്കും. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് വെക്കുമ്പോൾ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ ക്യാരറ്റൊക്കെ വാങ്ങിച്ച് കൊണ്ടുവന്നാലും ഉണങ്ങിപ്പോവുകയും ചുങ്ങിപ്പോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒന്നുമില്ല ഇത്തിരി ഓയിൽ അതല്ലെങ്കിൽ ഇത്തിരി വെളിച്ചെണ്ണ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് തടവി വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ക്യാരറ്റ് ഒരിക്കലും വാടുകയില്ല, ഉണങ്ങിപ്പോവുകയില്ല, ചീഞ്ഞ് പോവുകയില്ല, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾക്ക് എടുക്കാം. അതിനുശേഷം ഇതേപോലൊരു കവറിലേക്ക് നമ്മൾ ഒതുക്കി മടക്കി വെച്ച് കൊടുക്കുക. ഫ്രിഡ്ജിലോ പുറത്തോ നമുക്ക് വെച്ചെടുക്കാവുന്നതാണ്, ഒരു കേടും വരില്ല, എത്ര ദിവസം വേണമെങ്കിലും ഫ്രഷ് ആയിട്ടിരിക്കും. പച്ചമുളകൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മളുടെ കൈ ഭയങ്കരമായിട്ട് ചുട്ട് കത്തുന്നവരുണ്ടാവും. അപ്പോൾ അവർ ചെയ്യേണ്ടത് ഇതേപോലെ ഇത്തിരി വെളിച്ചെണ്ണ കയ്യിലേക്ക് പുരട്ടിയതിന് ശേഷം ഇതേപോലെ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മളുടെ കയ്യിൽ ഒരു ചുട്ട് കത്തലും നീറ്റലൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി നമ്മൾ വെണ്ടയാണ് എടുത്ത് വെക്കുന്നത്. അപ്പോൾ നമ്മളുടെ വെണ്ട മേടിച്ചിട്ട് കുറച്ച് ദിവസമായി.
അപ്പോൾ അത് വാടി തുടങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ വെണ്ടയ്ക്ക കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ നമ്മളെ കയ്യിലായാലും കത്തിയിലൊക്കെ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അതിനും നമ്മൾ ഇതേപോലെ ഇത്തിരി ഓയിൽ നമ്മളെ കയ്യിലും അതേപോലെ നമ്മളുടെ കത്തിയിലേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കത്തിയിലും ഒട്ടിപ്പിടിക്കില്ല, കയ്യിലേക്കും ഒട്ടിപ്പിടിക്കില്ല. നമുക്ക് സുഖമായിട്ട് നല്ല കനം കുറച്ച് അരിയാൻ പറ്റും. അപ്പോൾ കത്തിയിലൊക്കെ ഒട്ടിപ്പിടിക്കുമ്പോൾ നമുക്ക് അരിയുമ്പോൾ വീണ്ടും വീണ്ടും അതുപോലെ ഒട്ടിപ്പിടിച്ചിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുക. ഇനി നമ്മളെ വെണ്ടയ്ക്ക വാടിപ്പോകുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ഇതേപോലെ വെണ്ട കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം ഇത്തിരി ഓയിലും ഇത്തിരി ഉപ്പും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചത്തേക്ക് നമുക്ക് ഒരു കേടും വരില്ല. സുഖമായിട്ട് നമുക്ക് കേട് കൂടാതെ തന്നെ വാടാതെ നമുക്ക് ഉപയോഗിക്കാം. ഇതേപോലെ ഒന്ന് നമ്മൾ ചെയ്ത് എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളുടെ വെണ്ട ഒരിക്കലും കേടായി പോവില്ല. അതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് സവാളയൊക്കെ ബാക്കി വരുമ്പോൾ നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ അത് കേടായി പോവും. തന്നെയല്ല അങ്ങനെ വെക്കാൻ പാടില്ല, അതിൽ വിഷം ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്തിരി ലെമൺ ജ്യൂസും ഇത്തിരി ഉപ്പ് കൂടെ ചേർത്തിട്ട് നമ്മൾ എടുത്ത് വെക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു ബാക്കി വന്ന സവാളയ്ക്ക് ഒരു കേടും വരില്ല. നല്ല ഫ്രഷ് ആയിട്ട് തന്നെ അതേപോലെ ഇരിക്കും. അതിലേക്ക് ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അതേപോലെ നമ്മൾ നാളികേരമൊക്കെ ഉടച്ച് കഴിഞ്ഞാൽ ബാക്കി വരുന്നതും നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉണങ്ങിപ്പോവലും അതേപോലെ തന്നെ അതിൽ റെഡ് കളറൊക്കെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അതിൻ്റെ വെള്ളമൊക്കെ വറ്റിപ്പോവും. അപ്പോൾ ഇതേപോലെ കുറച്ച് ഉപ്പും അല്ലെങ്കിൽ ഇത്തിരി ലെമണും കൂടെ നമുക്കിതിൽ ഇങ്ങനെ പരട്ടി കൊടുക്കുകയാണെങ്കിലും നമ്മളുടെ ആ ഒരു നാളികേര മുറി തീരെ കേടാവില്ല. അത് ഫ്രിഡ്ജിലൊന്നും വെച്ചെടുക്കേണ്ട ആവശ്യമില്ല, പുറത്ത് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉണങ്ങി പോവാറുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് മുക്കി വെക്കുക. അപ്പോൾ ഒരാഴ്ചയൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ മാറ്റി വെച്ചിട്ടുള്ളതാണെങ്കിൽ നമ്മൾ ഡെയിലി ഒന്ന് ആ വെള്ളം ഒന്ന് മാറ്റി കൊടുത്തിട്ട് വീണ്ടും ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ആ ഒരു നാളികേരം നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കും. പിന്നെ നമ്മൾ കാബേജൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ചയായി കാബേജ് വാങ്ങിച്ചിട്ട് ഇതേപോലെ ഒരു കേടും ഇല്ലാതിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു കവറ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു പകുതിയൊക്കെ കാബേജ് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഉണങ്ങി അതേപോലെ തന്നെ അതിൻ്റെ കളറൊക്കെ മാറും. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണയും ഇത്തിരി ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതേപോലെ പരട്ടി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അതിൻ്റെ പിൻഭാഗത്തെ തോല് നമ്മൾ ഒരിക്കലും എടുക്കുന്നതിന് മുൻപായിട്ട് നമ്മൾ കളയരുത്. അത് നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് മാത്രം നമ്മൾ ആ ഒരു തോല് കളയുക. പിന്നെ നമ്മൾക്ക് ആവശ്യമാവുന്നത് നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അപ്പം ഇങ്ങനെ വെച്ചാലും നമ്മളുടെ കാബേജ് ഒന്നും കേടായി പോവില്ല. പിന്നെ നമ്മൾ കുറച്ചധികം നാളൊക്കെ ശർക്കരയൊക്കെ വാങ്ങിച്ച് വെച്ച് കഴിഞ്ഞാൽ ശർക്കര പൂത്ത് പോവാറുണ്ട്. അപ്പോൾ ഈ ഒരു ട്രിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾക്ക് എടുത്ത് ഉപയോഗിക്കാനും എളുപ്പമാണ്, അതേപോലെ തന്നെ പൂത്ത് പോവുകയില്ല. അപ്പോൾ ഞാനത് ഒരു പാത്രത്തിലേക്ക് തിളപ്പിക്കാനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ എടുത്ത് ഉപയോഗിക്കാം. അപ്പോൾ അത് തിളച്ച് ചൂടാറിയതിന് ശേഷം ഞാനിതൊരു കുപ്പിയിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത്. ചീസൊക്കെ മേടിച്ച നല്ല കുപ്പിയുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഇതേപോലെ അരിച്ചൊന്നും ഞാൻ ഒഴിക്കുന്നില്ല. എന്ന് വെച്ചാൽ ഇവിടുത്തെ ശർക്കരയിലൊന്നും വേറെ അഴുക്കും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതേപോലെ ആ ഒരു ഏലക്കയോട് കൂടി ഞാനിതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നമ്മൾ ശർക്കര ഒക്കെ തിളപ്പിച്ച് നമ്മൾ ഇതേപോലെ എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഏത് സമയവും പെട്ടെന്ന് പലഹാരങ്ങൾക്കൊക്കെ എടുത്ത് ഉപയോഗിക്കാം. അതേപോലെ നമ്മൾക്ക് നല്ല ഏലക്ക മണവും ഇതിൽ കിട്ടും. അപ്പോൾ നമ്മൾ ആ ടൈം നമുക്ക് ഏലക്ക പൊടിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇൻഷാ അല്ലാഹ് വേറെ വീഡിയോ ആയിട്ട് കാണാം.